ഹായ് നമസ്കാരം, മാസ്മാനാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി വീട്ടിലെ കാറിൻ്റെ വീൽ കപ്പ് അയച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഒരു അലോയ് മോഡലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ നമ്മളെ വണ്ടി. ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിച്ചു. ഇതാട്ടോ നമ്മളെ ഇപ്പോഴത്തുള്ള വീൽ കപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീൽ കപ്പ് അയച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ വലിയ മോശം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീൽ കപ്പ് അയക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് നമ്മളെ ഷോപ്പ്. ഓക്കെ, അപ്പം വണ്ടി ഇതാ വീൽ കപ്പ് അയക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. വീൽ കപ്പ് പയച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടീൻ്റെ ലുക്ക് ആകെ മാറിയല്ലോ ഗൈസ്. ഇതാണിപ്പോൾ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി നമ്മളിതിൽ ഇതാട്ടോ അപ്പോൾ നമ്മൾ വീൽ കപ്പുകൾ ഇപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ വെയിലത്ത് വെച്ചിരിക്കുകയാണ്, ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അലോയ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ അറിയോ, നമുക്ക് അതായത് മാസ്ക് ചെയ്യേണ്ട സ്ഥലം നമ്മളെന്ത് ചെയ്യും, ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അത് ഓരോരുത്തർക്കും ഓരോ ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാന്യമായിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെ ഫുള്ള് സിൽവർ ആക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഫുള്ള് ബ്ലാക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ റെഫറൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാണ്ടത്. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഫുള്ള് ക്രോം കളറിനെ നമ്മൾ അങ്ങനെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതിൽ മാസ്കിൻ ടാപ്പ് ഒട്ടിക്കും. പിന്നെ ഈ ഗ്യാപ്പ് കണ്ടോ, ഈ പോർഷൻ ഇങ്ങനെ എന്ത് ചെയ്യും, ബ്ലാക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്രോം ആണ്. അപ്പോൾ ഉള്ളിലും കൂടി ക്രോം ഒന്ന് മാസ്ക് ചെയ്തിട്ട്, അതായത് ആ മാസ്കിൻ ടാപ്പ് ഒന്ന് മാസ്ക് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കും. അതിനുശേഷം ഇതാണ്ടോ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് വരും, നമുക്കിത് അവിടെ ഇങ്ങനെ ബ്ലാക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് മാസ്കിൻ ടാപ്പ് നമുക്ക് ഒട്ടിച്ച് നോക്കി നോക്കാം. ഇതാട്ടോ മാസ്കിൻ ടാപ്പ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് 2 വീതിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയ സ്പേസൊക്കെ ആണെങ്കിൽ ചെറുത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ക്രോം ഒട്ടിക്കാനുള്ള ഭാഗത അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. കറക്റ്റ് ആക്യുറസിയിൽ ഇങ്ങനെ ഒട്ടിക്കണം കേട്ടോ. പെയിൻ്റ് അടിക്കണ ഭാഗം നല്ല കറക്റ്റ് അതേപോലെ ഷാർപ്പായിട്ട് കിട്ടിയാൽ മതി. മറ്റേ ഭാഗം പിന്നെ നമുക്ക് വല്ലാണ്ട് ബോധറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ അത് നമുക്ക് ഫുള്ള് ഒട്ടിക്കാം. അപ്പോൾ ഇത് നമ്മളെ ക്രോം വരുന്ന ഭാഗമൊക്കെ മാസ്കിൻ്റെ പൊട്ടിച്ചു. ഇനി ഇതിൽ ഇതാണ്ടോ ഇതിൻ്റെ ഈ ബ്ലാക്ക് വരുന്ന രണ്ട് ഭാഗത്തും
ഇതിൻ്റെ ഉള്ളിൽപാടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാസ്കിൻ ടൈപ്പ് ഒട്ടിക്കണം കണ്ടോ, എങ്കിൽ ആ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഇതാ ഉള്ളിൽ ഇത് കുറച്ച് റിസ്കി പണിയാണ്, നല്ല ക്ഷമ വേണം. അപ്പോൾ ഇതിൽ കൂടി നമ്മളിനി 2 മാസ്കിൻ ടൈപ്പ് ഒട്ടിക്കാൻ പോകണം. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ വരും നമ്മൾ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളെ സ്പ്രേ പെയിൻറ്റ് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ എലോയും നമ്മളിതുപോലെ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുകയാണ്, സ്പ്രേ പെയിൻ്റ് അടിക്കുകയാണ്. ഓക്കെ, ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലാക്ക്, അവിടെയൊക്കെ ബ്ലാക്ക് വരും. നമുക്ക് ഡിസൈൻ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി മാസ്ക് ചെയ്തിട്ട് ഡിസൈൻ മാറ്റാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇതാണ് കേട്ടോ നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ പോകുന്നത്. ഇത് 160 രൂപയുടെ പെയിൻ്റാണ്. ഇത് ഷൈൻ ബ്ലാക്ക്, അതായത് ഗ്ലോസി ബ്ലാക്ക് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ വീൽ കപ്പിൽ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ് ഇതാട്ടോ നമ്മളെ വീൽ കപ്പ് ഉള്ളത്. ഇത് നമ്മളിതാ ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഇതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റ്, ചിലപ്പോൾ ഇത് ഇന്നലെ ഒട്ടിച്ചതാണ് സ്റ്റിക്കർ, അപ്പോൾ പോന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക, എങ്കിൽ നല്ല നീറ്റായിട്ട് കറക്റ്റ് ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ എഡ്ജും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് നോക്കി. ഇതാണ് നമ്മളെ സ്പ്രേ പെയിൻറ്റ്. ഇത് അടിക്കുന്നതിന് മുന്നേ ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ കയ്യിലാവാതിരിക്കാനാണ് ഗ്ലൗസ് ഇട്ടത്. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ മാക്സിമം എല്ലാതും ഒരേപോലെ കൊടുക്കുക. ഇതിൻ്റെ എഡ്ജസൊക്കെ നമുക്ക് നീറ്റായി കിട്ടണമെങ്കിൽ കറക്റ്റ് കൊടുക്കാം. ഈ ഗ്ലോസി ബ്ലാക്ക് ആകുമ്പോൾ ഗുണം എന്താ, ഒറ്റ കോട്ട് കൊടുത്താൽ മതി നമുക്ക്. ഓക്കെ, ഓക്കെ, ഇങ്ങനെ വരും ഗായ്സ്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഇത് നമ്മൾ പറിക്കാൻ പോകാം കേട്ടോ. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരം ഒട്ടിച്ചു. ആലോയുടെ ലുക്ക് കാണിച്ചു തരാം. കുഴപ്പമില്ല, രസമുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. നമ്മൾ മാസ്ക് ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഫൈനൽ ലുക്കാട്ടോ കേട്ടോ. ഫൈനൽ ലുക്ക് നമ്മളെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ റിമ്മ് ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിമ്മ് ഒന്ന് പെയിൻ്റ് അടിച്ചതിന് ശേഷവും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം.